വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായ് അൽക്കവനീജിലുള്ള അൽറവാബി ഫാമിലേക്കാണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അൽറവാബിയുടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം അവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളും. എത്ര പേര് വരുന്നുണ്ടെന്നും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്. അൽറവാബിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടും. അപ്പോൾ അതിലും വിളിച്ച് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. 360 ഏക്കറിലാണ് ഈ ഫാം ഉള്ളത്. നമ്മുടെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ ഒരു ബസ്സിലാണ് നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ഗൈഡും കാണും നമുക്ക്. ആ ഗൈഡെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. പശുക്കളെ തന്നെ അവർ ഷെഡിൽ നിർത്തിയേക്കുന്നത് പലതായിട്ടാണ്. കറവയുള്ള പശുക്കൾക്കൊക്കെ ഒരു സെക്ഷൻ, അതുപോലെ ചെനയുള്ള പശുക്കൾക്ക് വേറൊരു സെക്ഷൻ, കിടാവുകൾക്ക് വേറൊരു സെക്ഷൻ. കിടാവുകളെ തന്നെയും പലതായിട്ടാണ് അവർ മാറ്റി മാറ്റി നിർത്തിയിരിക്കുന്നത്. അതായത് ന്യൂ ബോൺ ആയിട്ടുള്ളവർക്ക് പ്രത്യേകം അവർ ഒരു കൂടിനകത്താണ് നിർത്തിയേക്കുന്നത്. കോവിഡിനൊക്കെ മുമ്പ് ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് നമ്മളെ മിൽക്കിംഗ് പാർലറിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ കോവിഡ് സേഫ്റ്റിയുടെ ഇത് കാരണം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. മിൽക്കിംഗ് പാർലറിലാണ് പശുക്കളെയൊക്കെ കറക്കുന്നത്. അപ്പം കറവയുടെ സമയമാകുമ്പോൾ പശുക്കളൊക്കെ വരി വരിയായിട്ട് അതിനകത്തേക്ക് വരും. ആദ്യം അവരെ ക്ലീൻ ചെയ്യും നന്നായിട്ട്. അതിനുശേഷമാണ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കയറി നിൽക്കുന്നത്. ഇവർ കിടാവായിരിക്കുമ്പം തന്നെ അവരെ ഇതുപോലെ ട്രെയിൻ ചെയ്യും, എങ്ങനെയാണ് വന്ന് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നതും ഓരോന്നും അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം മിൽക്കിംഗ് പാർലറിലേക്ക് വരുമ്പം അവർ വരി വരിയായിട്ട് വന്ന് അവരുടെ പ്ലേസിലേക്ക് കയറി നിൽക്കും. അതിനുശേഷം മെഷീൻ വഴിയാണ് പാൽ കറന്നെടുക്കുന്നത്. അപ്പോൾ ഓരോ തവണയും പാലെടുത്തതിന് ശേഷം അവർ മെഷീൻ ക്ലീൻ ചെയ്യും. അതിനുശേഷം മാത്രമേ അടുത്ത പശുക്കളെ ഇവർ കറക്കത്തുള്ളൂ. നമ്മൾ മിൽക്കിംഗ് പാർലറിൽ വിസിറ്റ് ചെയ്തെങ്കിൽ നമുക്കതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം കോവിഡ് സേഫ്റ്റി കാരണം നമ്മളെ അതിനകത്തോട്ട് അവർ കയറ്റുന്നില്ല. നമുക്കിപ്പോൾ ഈ ഷെഡിലൊക്കെ തന്നെ കാണാൻ പറ്റും. അതിലൊക്കെ ഫാനുകളും ഒക്കെയുണ്ട്. ചൂടുകാലം ആകുമ്പം കൂളറൊക്കെ ഉണ്ട്. കറന്നെടുക്കുന്ന പാല് നേരെ കോൾഡ് സ്റ്റോറേജിലേക്കാണ് പോകുന്നത്. കോൾഡ് സ്റ്റോറേജിനകത്ത് ബിലോ 5 ഡിഗ്രി സെൽഷ്യസിലാണ് തണുപ്പ്. അപ്പം പാല് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അത് അവിടുന്ന് വലിയ ടാങ്കറുകളിലാക്കി മിൽക്ക് ഫാക്ടറിയിലേക്ക് മാറ്റും. എന്നിട്ട് അവിടെ നിന്നാണിത് പല പല പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുന്നത്. അതിനുശേഷം അത് ക്വാളിറ്റി ചെക്കിനായിട്ട് പോകും. അവിടെ നിന്നാണത് പല പല ബോട്ടിലിലേക്കും എല്ലാം അത് മാറ്റുന്നതും ലേബൽ ഒട്ടിക്കുന്നതും എല്ലാം. അതിനുശേഷം അത് ട്രേകളിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്നത് ശീതീകരിച്ച ട്രക്കുകളിലേക്കാണ് മാറ്റുന്നത്. അവിടെ നിന്നാണ് അവർ പല സ്ഥലങ്ങളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പശുക്കൾക്ക് വേണ്ട ഫീഡൊക്കെ ഇവിടെ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ബസ്സിൽ പോകുമ്പം കാണാൻ പറ്റും. ഗൈഡ് നമുക്കതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
ഇനി നമ്മൾ ജ്യൂസ് പ്ലാന്റിലേക്കാണ് പോകുന്നത്. പക്ഷേ ജ്യൂസ് പ്ലാന്റിൽ ഞങ്ങൾ ഈ ചെല്ലുന്ന ടൈമിൽ ബ്രേക്ക് ആയതുകൊണ്ട് അവിടെ പ്രൊഡക്ഷൻസ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. കുട്ടികളെയും കൊണ്ടൊക്കെ ഇവിടെ പോകാൻ വളരെ നല്ലതാണ്. കാരണം മിൽക്ക് പ്രൊഡക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പം അവർ നമുക്ക് ഒരു പാക്കറ്റിനകത്ത് അവരുടെ കുറച്ച് ജ്യൂസും അതുപോലെ മിൽക്കും ഒക്കെ തരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.